ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നാം ആരെയൊക്കെ വളരെ കാര്യമായി കരുതുന്നുവോ അവർക്കൊന്നും തന്നെ നമ്മെ രക്ഷിക്കാൻ കഴിയില്ല എന്ന പരമസത്യം വളരെ വൈകിയേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതിനാൽ ആ ബോധം നമുക്കാദ്യമേ ഉണ്ടാകണം. എൻ്റെ മക്കൾ എന്നെ രക്ഷിക്കും, ഭർത്താവ് രക്ഷിക്കും, ഭാര്യ രക്ഷിക്കും, അച്ഛനും അമ്മയും രക്ഷിക്കും. ഇതൊക്കെയാണ് കണക്കുകൂട്ടലുകൾ. ഈ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റും. അതിനാൽ ഒരു കവി പറയുന്നതൊന്ന് കേട്ടു നോക്കൂ. അച്ഛനും അമ്മയും ഭാര്യയും മക്കളും താൽക്കാലികം തന്നെ എന്നൂ നനയ്ക്കണം. നമ്മളെപ്പോഴും നനച്ചുകൊണ്ടിരിക്കണം. ഇതൊക്കെയാണ് എൻ്റെ സർവസ്വം, ഇതിലപ്പുറം എനിക്ക് വേറെയൊന്നില്ല എന്ന് പറയുന്നത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം എന്നാണ്. അച്ഛനും അമ്മയും ഭാര്യയും മക്കളും താൽക്കാലികം തന്നെ എന്നൂ നനയ്ക്കണം. കാണുന്നതൊക്കെയും മേഘങ്ങൾ പോലെയാ നിന്നു നാം എപ്പോഴും ഓർത്തിടേണം. ഈ കാണപ്പെടുന്നതൊക്കെ മേഘത്തെ നമ്മൾ ആകാശത്തിലേക്ക് നോക്കിയാൽ എപ്പോഴും അത് കാണില്ല. ഒരിക്കൽ മേഘം വന്ന് സൂര്യനെ മറച്ചു, അത് അല്പസമയം കൊണ്ട് മാഞ്ഞു പോവുകയും ചെയ്യുന്നു. അപ്രകാരമാണ് ഈ ലോകത്തിലെ ബന്ധങ്ങളും ബന്ധനങ്ങളും എല്ലാം തന്നെ. ബന്ധുമിത്രാദികൾ ഒക്കെ തന്നെ നമ്മെ രക്ഷിക്കാൻ കോപ്പുകെട്ടി ഇറങ്ങിയിരിക്കുന്നവരും അപ്രകാരം തന്നെ. നമ്മൾ ആരെയൊക്കെ ആശ്രയിക്കുന്നുവോ അവരുടെയും അവസ്ഥ അതൊക്കെ തന്നെയാണ്. ഞാൻ ആരെയൊക്കെ രക്ഷിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നുവോ ഒരാളെപ്പോലും രക്ഷിക്കാൻ എനിക്കും സാധിക്കുകയില്ല. ഇതാണ് ലോകത്തിൻ്റെ സ്ഥിതി. ഈ സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് വേണം നാം ഈ ലോകത്തിൽ ജീവിക്കാൻ. ഇതെത്ര ഒരു പരമാർത്ഥമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഒന്ന് കൂലങ്കഷമായി ചിന്തിച്ചു നോക്കുമ്പോൾ ഈ പരമാർത്ഥ സത്യം നമുക്ക് വ്യക്തമായി കിട്ടുന്നതാണ്. അച്ഛനും അമ്മയും ഭാര്യയും മക്കളും താൽക്കാലികം തന്നെ എന്നോ നനയ്ക്കണം. ഇതൊക്കെ അല്പസമയത്തേക്ക് മാത്രമേ ഉള്ളൂ. ഈ അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം എപ്രകാരം ഭാര്യയെ കാണുന്നുവോ അതുപോലെ തന്നെയാണ് ഭർത്താവിനെയും കാണേണ്ടത്. ഒരു ഭർത്താവ് ഞാൻ നിന്നെ സംരക്ഷിക്കുമെന്ന് ഭർത്താവ് പറയുന്നുവെങ്കിൽ അതിലും വലിയ ശുദ്ധ വെഡിത്തരം വേറൊന്നുമില്ല. എന്നിട്ട് ഭാര്യ അതിൽ വിശ്വസിച്ച് നടക്കുന്നു. ആർക്കും ആരെയും രക്ഷിക്കാൻ സാധിക്കുകയില്ല എന്നതാണ് പച്ചപ്പരമാർത്ഥം. അച്ഛനും അമ്മയും ഭാര്യയും മക്കളും താൽക്കാലികം തന്നെ എന്നൂ നനയ്ക്കണം. കാണുന്നതൊക്കെയും മേഘങ്ങൾ പോലെയാണെന്നു നാം എപ്പോഴും ഓർത്തിടേണം. ഈ കാണപ്പെടുന്നതൊക്കെ മേഘങ്ങൾ പോലെ അനുനിമിഷം വന്നും പോയും കൊണ്ടിരിക്കുന്നതാണ്. പെട്ടെന്ന് വരുന്നു, പെട്ടെന്ന് പോവുകയും ചെയ്യുന്നു. അതാണ് ഇവിടെയുള്ള ബന്ധങ്ങളൊക്കെ താൽക്കാലികം മാത്രമാണ് എന്ന് ബോധിച്ച് വേണം നാം ഇവിടെ ജീവിക്കാൻ. ഇവിടെ ആർക്കും ആരെയും രക്ഷിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ ആപത്തുപ്പെടുമ്പോൾ മറ്റുള്ളവർ സഹായിക്കുന്നില്ലേ? വാസ്തവമാണ്. ആ സഹായിക്കാനുള്ള ശക്തി അയാൾക്ക് കൊടുക്കുന്നത് ഈശ്വരനല്ലേ? ആ സർവേശ്വരൻ്റെ സാന്നിധ്യം കൊണ്ടല്ലേ അവർക്ക് അതിനെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് ഈശ്വരനാണ്. എനിക്ക് സ്വന്തം എണീറ്റ് നടക്കാൻ കഴിയില്ലെങ്കിൽ മറ്റൊരാളെ എങ്ങനെ രക്ഷിക്കാൻ കഴിയും? എന്നെ നടത്തുന്നത് അവിടെ നിന്നല്ലേ? അപ്പോൾ എന്നിലൂടെ അവർ രക്ഷപ്പെടുത്തുന്നത് ആ ഈശ്വരൻ തന്നെയാണ്. കാരണം ഞാൻ തന്നെയാണ് സർവചരാചരങ്ങളിലും നിറഞ്ഞിരിക്കുന്നത് എന്ന് എന്നെ അറിയുമ്പോൾ എനിക്ക് ബോധ്യം വരും. ഈ പ്രകാരത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്കാരാണ് ശത്രുക്കൾ, ബന്ധുവാരാണ് ശത്രുവാരാണ്? നമുക്ക് ഹിതം ചെയ്യുന്നവർ ബന്ധുക്കളും നമുക്ക് അഹിതം ചെയ്യുന്നവർ ശത്രുക്കളുമായി നാം കാണുന്നു. ഹിതവും അഹിതവും നാം നമ്മിലേക്ക് തിരിയുമ്പോൾ സ്വാർത്ഥതയിൽ തോന്നപ്പെടുന്നവയാണ്. ആരെങ്കിലും നമ്മെ ദ്രോഹിക്കുന്നുവെങ്കിൽ ആ ദ്രോഹമാണ് നമ്മെ അതിൻ്റെ അപ്പുറത്തേക്ക് പോകാനുള്ള ശക്തി തരുന്നത് എന്ന് നാം ചിന്തിക്കുമ്പോൾ ദ്രോഹിക്കുന്നവരോടുകൂടി നമുക്ക് സ്നേഹമേ കാണുകയുള്ളൂ. അച്ഛനും അമ്മയും ഭാര്യയും മക്കളും താൽക്കാലികം തന്നെ എന്നൂ നനയ്ക്കണം. കാണുന്നതൊക്കെയും മേഘങ്ങൾ പോലെയാണെന്നു നാം എപ്പോഴും ഓർത്തിടേണം.